ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് ഉള്ള ഒരുപാട് പേരുടെ മുടിയൊഴിച്ചിൽ മാറ്റി എന്ന് പറയപ്പെടുന്ന ഒന്നാണ് റോസ്മേരി വാട്ടർ, പിന്നെ റോസ്മേരി ഓയിലും. അതിൽ ആൽപ്സ് ഗുഡ്നസിന്റെ റോസ്മേരി വാട്ടറിനാണ് കൂടുതൽ ഡിമാൻഡ്. ഇതിനാണെങ്കിൽ ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് ഉണ്ട്. മാത്രമല്ല ഇതിന്റെ റേറ്റിംഗ് 4.4 ഒക്കെയാണ്. ഈ ആൽപ്സിന്റെ റോസ്മേരി വാട്ടർ ഉപയോഗിക്കുമ്പോൾ പലർക്കും ഒരുപാട് ഡൗട്ടുകൾ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡെയിലി ഉപയോഗിക്കാമോ അല്ലെങ്കിൽ ആഴ്ചയിൽ മാത്രം ഉപയോഗിച്ചാൽ മതിയോ? മാത്രമല്ല ഇതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് കെമിക്കൽ ആയിട്ടുള്ള കണ്ടന്റുകളാണോ ഇതിൽ ചേർത്തിരിക്കുന്നത്, അങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ ഒരുപാട് ആളുകൾക്കുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഡൗട്ടുകളെല്ലാം മാറിക്കിട്ടും. മാത്രമല്ല ഇതിൽ ഉള്ള ഓരോ ഇൻഗ്രീഡിയൻസിന്റെ യൂസ് എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ പറഞ്ഞുതരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല നമ്മുടെ ഈ വീഡിയോക്ക് ഒരു ലൈക്കും കൂടി ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ആൽപ്സിന്റെ റോസ്മേരി വാട്ടർ വളരെ നല്ലൊരു വെൽ പാക്ഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാണ് വരുന്നത്. മാത്രമല്ല ഒരു സ്പ്രേ ബോട്ടിലാണ്. ഇതിനൊരു ലോക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റും. ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് ഇത് നമ്മൾ മുടിയിലേക്ക് ഇത് സ്പ്രേ ചെയ്യേണ്ടത്. ഇത് സിലിക്കൺ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, കാർബൺ ഫ്രീ ആണ്. അപ്പോൾ ഇതൊക്കെ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. കൂടാതെ ഇതിന്റെ യൂസ്, അതായത് ഇത് 3 രീതിയിൽ യൂസ് ചെയ്യാന്ന് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഡെയിലി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആഴ്ചയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഡെയിലി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആഴ്ചയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ വായിക്കാം. ഇത് ആസ് എ റിൻസ് എന്നുള്ള രീതിയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഷാംപൂ ചെയ്ത് കണ്ടീഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു റോസ്മേരി വാട്ടർ മുടിയിലേക്ക് സ്പ്രേ ചെയ്ത് ഒരു 15 മിനിറ്റിന് ശേഷം റിൻസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കൂടാതെ ആസ് എ ഓവർനൈറ്റ് ട്രീറ്റ്മെന്റ് അത് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓവർനൈറ്റ് ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മുടെ മുടിയിലും സ്കാൽപ്പിലൊക്കെ നല്ലപോലെ ഇത് സ്പ്രേ ചെയ്ത് നല്ലപോലെ മസാജ് ചെയ്തതിന് ശേഷം രാവിലെ കഴുകി കളയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു രീതി നമുക്ക് ഡെയിലി ഉപയോഗിക്കാവുന്നതാണ്. ഇത് കൂടാതെ ആസ് എ ലീവിൻ ആയിട്ട് യൂസ് ചെയ്യാന്ന് പറയേണ്ടത്. അത് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് ഒരു മോയ്സ്ചറൈസർ കിട്ടാനും മാത്രമല്ല മുടി ഒന്ന് സോഫ്റ്റ് ഷൈനൊക്കെ ആവാൻ വേണ്ടിയിട്ടാണ്. ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത് നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷം നമ്മളിത് റോസ്മേരി വാട്ടർ നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും ജസ്റ്റ് സ്പ്രേ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം യൂസ് ചെയ്താൽ മതിയാവും. അതല്ല നമ്മൾ ഓവർനൈറ്റ് ആയിട്ട് യൂസ് ചെയ്യണതാണ്, അതല്ല ആസ് എ റിൻസ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് ആളുകൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. അടുത്തതായി എടുത്തു പറയേണ്ടത് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിന്റെ ഇൻഗ്രീഡിയൻസിൽ റോസ്മേരി എക്സ്ട്രാക്ട്, റോസ്മേരി ഓയിൽ കൂടാതെ കുറച്ച് കാര്യങ്ങളും കൂടി ഇതിന്റെ അകത്ത് ഇൻഗ്രീഡിയൻസിൽ ചേർത്തിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ വായിക്കാം. അതായത് അക്വ, പ്രൊപ്പാൻഡിയോൾ, പ്രൊപ്പലിൻ ഗ്ലൈക്കോൾ, പോളിസോർബേറ്റ് 20, DMDM ഹൈഡൻറ്റോയിൻ, മീഥൈൽ ഐസോക്ലോറോ തയസോളിനോൺ, മീഥൈൽ ഐസോതയസോളിനോൺ, സിട്രിക് ആസിഡ്, ഡീപാന്തനോൾ. അപ്പോൾ ഈ ഒരു പേരുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു കെമിക്കലായിട്ടുള്ള സംഭവമാണല്ലോ, ഇത് നമ്മളിപ്പോൾ ഡെയിലി മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകും എന്നുള്ള സംശയങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും യൂസ് ഇതിൽ എന്താണ് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഇതിൽ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് അക്വ. അക്വ എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ്. അതായത് റോസ്മേരി വാട്ടർ എന്നാണല്ലോ ഇതിൻ്റെ പേര്. അതുകൊണ്ട് ഇതിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് വാട്ടർ ആയിരിക്കും. വാട്ടർ കണ്ടന്റ് ആയിരിക്കും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നതാണ് അക്വ എന്ന് കൊടുത്തിരിക്കുന്നത്. അടുത്ത ഇൻഗ്രീഡിയന്റ് ആണ് പ്രൊപ്പാൻഡിയോൾ. പ്രൊപ്പാൻഡിയോളിന്റെ ഉപയോഗം എന്തെന്ന് വെച്ചാൽ ഇതൊരു ഹ്യൂമക്റ്റന്റ് ആയിട്ട് പ്രവർത്തിക്കും. അതായത് ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്താനുള്ള ഒരു കഴിവ്. അതുപോലെ ഒരു സോൾവെന്റ് ആയിട്ട് പ്രവർത്തിക്കും. കൂടാതെ ഒരു ഇമോളിയന്റ് കൂടിയാണ്. അതായത് സ്കിന്ന് കൂടുതൽ സോഫ്റ്റ് ആക്കും. മുടി വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു ഘടകമാണ് പ്രൊപ്പാൻഡിയോൾ. ഹെയർ ഷാഫ്റ്റിലേക്ക് തുളച്ചു കയറാനും ജലാംശം നൽകാനും മറ്റു പ്രധാന ചേരുവകൾ ആഗിരണം ചെയ്യാനും ഒക്കെ ഇതിന് കഴിവുണ്ട്. അടുത്ത ഇൻഗ്രീഡിയന്റ് ആണ് പ്രൊപ്പലിൻ ഗ്ലൈക്കോൾ. ഇതിന്റെ ഉപയോഗം ഇത് ജലനഷ്ടം തടയുന്നതിലൂടെ മുടിയിൽ ഈർപ്പം നിലനിർത്താൻ സഹായിക്കും. അതായത് ഒരു മോയ്സ്ചറിങ് എഫക്റ്റ് കൊടുക്കുക. കൂടാതെ ഉൽപ്പന്നത്തിലുള്ള മറ്റു ചേരുവകൾ തുല്യമായി വിതരണം ചെയ്യാൻ സഹായിക്കും. ഷാംപൂ, കണ്ടീഷണറുകൾ, ഹെയർ ഡൈകൾ എന്നിവയിലൊക്കെ പ്രൊപ്പലിൻ ഗ്ലൈക്കോൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട്. അടുത്തൊരു ഇൻഗ്രീഡിയന്റ് ആണ് പോളിസോർബേറ്റ് 20. കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരുതരം ഓയിലി ഘടകമാണ്. ഇത് ഒരു എമൾസിഫയർ ആയിട്ട് പ്രവർത്തിക്കും. അതായത് എമൾസിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയും വെള്ളവും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പദാർത്ഥം. അതായത് റോസ്മേരി ഓയിലും വാട്ടറും ശരിയായ രീതിയിൽ മിക്സ് ചെയ്യിക്കും. ഇത് ഫോർമുലകളുടെ വ്യാപനക്ഷമത വർദ്ധിപ്പിക്കും. ചർമ്മത്തിലും മുടിയിലും സൗമ്യമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മറ്റൊരു ഇൻഗ്രീഡിയന്റ് ആണ് DMDM ഹൈഡൻറ്റോയിൻ. അതായത് ഡൈമീഥൈൽ ഹൈഡൻറ്റോയിൻ. മുടി സംരക്ഷണ ഉൽപ്പന്നങ്ങളിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രിസർവേറ്റീവ് ആണ്. അമിത ഉപയോഗം ചിലപ്പോൾ മുടികൊഴിച്ചിൽ ഉണ്ടാക്കിയേക്കാം, ചിലർക്ക് സ്കാൽപ്പ് ഇറിറ്റേഷൻ ഉണ്ടാക്കിയേക്കാം. കൂടാതെ ചിലർക്ക് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ഉണ്ടാക്കിയേക്കാം. അത് അമിത ഉപയോഗം വന്നാലാണ്. അതായത് നോർമലി ആയിട്ടുള്ള ഉപയോഗത്തിൽ സാധാരണ ആളുകൾക്ക് ഉണ്ടാകാറില്ല. ചില ആളുകൾക്കൊക്കെ റോസ്മേരി വാട്ടർ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും അലർജി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഇതിലുള്ളത് കൊണ്ടായിരിക്കാം. അടുത്തത് മീഥൈൽ ക്ലോറോ ഐസോതയസോളിനോൺ ആൻഡ് മീഥൈൽ ഐസോതയസോളിനോൺ. ഇത് രണ്ടും പ്രിസർവേറ്റീവ് ആണ്. മുടി സംരക്ഷണ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന 2 പ്രിസർവേറ്റീവുകളാണ്.
ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഉൽപ്പന്നങ്ങളിലുള്ള, അതായത് ഈ റോസ്മേരി ഓയിലിലും റോസ്മേരി വാട്ടറിനും ഉണ്ടാകുന്ന ബാക്ടീരിയയും പൂപ്പലും വളരുന്നത് തടഞ്ഞ് പ്രൊഡക്റ്റ് സുരക്ഷിതമായി നിലനിർത്താനായിട്ടുള്ള പ്രിസർവേറ്റീവുകളാണിത്. അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ് മിതമായ അളവിൽ ചേർക്കുമ്പോൾ മുടി കൂടുതൽ മിനുസവും തിളക്കമുള്ളതും മൃദുവുമാകുന്നു. കൂടാതെ മുടിക്ക് കനവും അളവും കൂട്ടുന്നു. അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് ഡീപ് പാന്തനോൾ. ഡീപ് പാന്തനോൾ ഒരു വൈറ്റമിൻ B5, അതായത് വൈറ്റമിൻ B5ന്റെ പ്രിക്കേഴ്സർ ആണ് ഡീപ് പാന്തനോൾ. ഡീപ് പാന്തനോൾ മുടിയുടെയും തലയോട്ടിയിലെയും സംരക്ഷണ ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് മുടി കൊഴിച്ചിൽ തടയുന്നതിന് സഹായിക്കുന്നു. ഇതിൽ കാര്യമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രിസർവേറ്റീവ്സ്, അതായത് പ്രിസർവേറ്റീവ്സ് ഇല്ലാതെ ഒരു ഉൽപ്പന്നങ്ങളും നമുക്ക് മാർക്കറ്റിൽ ഇറക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അതിന് ഷെൽഫ് ലൈഫ് കിട്ടില്ല. ഇപ്പം ഇതിന്റെ എക്സ്പയറി പറഞ്ഞിരിക്കുന്നത് ഏകദേശം 24 മാസമാണ്. അതായത് 2 വർഷം വരെ ഈ ഒരു പ്രൊഡക്റ്റ് ഇതൊരു കേട് കൂടാതെ ഇരിക്കണമെങ്കിൽ ഇതിൽ ആവശ്യമായിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ചേർക്കണം. അതിപ്പോൾ ഏതൊരു ആയുർവേദിക് പ്രൊഡക്റ്റ് ആയാലും അതിൽ ആവശ്യമായിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും. ഈ പ്രിസർവേറ്റീവ്സ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ദോഷമുള്ളതല്ല. പ്രിസർവേറ്റീവ്സും മിതമായ അളവിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ദോഷമുണ്ടാകുകയില്ല. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് പോസിറ്റീവ് റിവ്യൂസ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ അനുഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.